പ്രിയരെ, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റായ വഴികൾ തിരഞ്ഞെടുത്തേക്കാം. ചിലപ്പോൾ ആ വഴികൾ നമ്മെ നിരാശയിലേക്കും പാപത്തിലേക്കും ദുഃഖത്തിലേക്കും നയിച്ചേക്കാം. എന്നാൽ വിശ്വാസം നമ്മോട് പറയുന്നു, ഓരോരുത്തർക്കും ദൈവം മറ്റൊരു വഴി, മറ്റൊരവസരം നൽകുന്നു. റോമാലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവിടുത്തെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? നമ്മുടെ പാത തെറ്റിയെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരം കാണിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കുകയും പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അവിടുന്ന് നമ്മെ നിരസിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് പുതിയൊരാരംഭത്തിനായി നമ്മെ ക്ഷണിക്കുന്നു. ജീവിതത്തിൽ നാം എടുത്ത തെറ്റായ തീരുമാനങ്ങൾ, പാപങ്ങൾ, പരാജയങ്ങൾ ഇവയെല്ലാം ദൈവത്തിന്റെ കൃപയിൽ മാറ്റം വരുത്താം. കർത്താവിന്റെ സ്നേഹവും ക്ഷമയും സ്വീകരിച്ച് പുതിയൊരു വഴിയിൽ നടക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം പുതിയ അർത്ഥം നേടും. പ്രിയരെ, ഇന്നാണ് മാറ്റത്തിനും മറ്റൊരവസരത്തിനുമുള്ള സമയം. ദൈവം നമ്മെ ക്ഷണിക്കുന്നു, മടങ്ങി വരിക, ഞാൻ നിന്നെ സ്വീകരിക്കും. ഈ പുതിയ വഴിയിൽ കർത്താവിന്റെ കൈ പിടിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതം പുതുക്കട്ടെ. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.